ബെൽജിയം വാഫിൾസ് ബെൽജിയത്തിൽ നിന്ന് തന്നെ കഴിക്കണം എന്നുള്ള ബോധ്യമൊത്ത് ജർമ്മനി എന്ന് ബെൽജിയത്തിലേക്ക് വിട്ട ഞങ്ങളുടെ 1 ഡേ ട്രിപ്പാട്ടോ ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റോറി. കൂടാതെ ചെറുതായിട്ട് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. തലേ ദിവസം രാത്രി ഏകദേശം 12 മണി സമയം കുരുട്ടില് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് കയറിയ ഫ്ലിക്സിലാട്ടോ ഈ പറയുന്ന ബെൽജിയത്തിലെത്തിയത്. ഇവിടെ എത്തിയപ്പോഴാട്ടോ ഞങ്ങൾ ചെറുതായിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ളവരും വേറെ ഏതോ കാട്ടുഭാഷയാണ് സംസാരിക്കുന്നതെന്ന്. ബട്ട് അറ്റ് ദി എൻഡ് ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന മദാമേനെ കണ്ടുപിടിച്ചു. പുള്ളിക്കാരെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ് 1 ഡേ ടിക്കറ്റ് ഇവിടെ എടുത്തു തരുന്നതെന്ന്. അങ്ങനെ ഒരാൾക്ക് 9 യൂറോ എന്നുള്ള കണക്കിൽ ഞങ്ങളൊരു 1 ഡേ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ട്രാമും കയറാം, ബസ്സും കയറാം, മെട്രോയും കയറാം. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ന കർത്താവിന് ചെറുതായിട്ട് നന്ദി പറഞ്ഞേക്കാന്ന്. സോ ഞങ്ങൾ ആദ്യം പോയത് സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലേക്കാണ്. ഇവിടെ കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എന്ത് കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നേ ആ ഐറ്റം കഴിച്ച് അങ്ങനെ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ കൃതാപ്തിയായി ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത ട്രെയിൻ പിടിച്ച് ആറ്റോമിയത്തിലേക്കാട്ടോ പോയത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ആറ്റോമിയത്തിലും നമുക്ക് കയറാൻ പറ്റൂട്ടോ. പിന്നെ അതിനായിട്ട് നമുക്കൊരു ടിക്കറ്റ് ആവശ്യമുണ്ട്. അത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. ഇൻ ടോട്ടലി ഒരു പള്ളിപ്പെരുന്നാൾ വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. ഈ കാണുന്ന ഓരോ ആറ്റോമിയത്തിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈറ്റ് ഷോസ് ആട്ടോ നടക്കുന്നത്. അതും മ്യൂസിക്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് സെറ്റിംഗ് ആട്ടോ ഇവിടുത്തെ വെറൈറ്റി. ആൻഡ് ഇത് കാണാനായിട്ട് കുറെ ടൂറിസ്റ്റുകളോടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഹിഡൻ സ്പോട്സിന്റെ വിശേഷമായി അടുത്ത വീഡിയോ കാണാട്ടോ.